പി ജയചന്ദ്രൻ പാടിയൊരു പാട്ടുണ്ട്, വയലാർ എഴുതിയൊരു പാട്ടാണ്. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ. കൊല്ലങ്ങൾക്കും എഴുതുക നീലഗിരിയുടെ സഖികൾ എന്ന പാട്ടിലെ വരികളാണിത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് മലയാളി മറക്കാൻ കഴിയില്ല. അഥവാ മറക്കാൻ ശ്രമിച്ചാലും മറക്കാതിരിക്കാൻ പറ്റിയ ചില സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനിപ്പോൾ എന്തിനാണ് ഈ പാട്ടിനെക്കുറിച്ച് പറയുന്നത്? ഇത് നിങ്ങൾ ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകും. ഒരു കാര്യമുണ്ടെന്നേ, 2016 പണികളെല്ലാം തീർന്നു കഴിഞ്ഞിട്ടും പ്രവർത്തന സജ്ജമാകാത്ത ഒരു വൃദ്ധസദനമുണ്ട് വയനാട്ടിൽ. 7 കൊല്ലം പിന്നിട്ടു, ആർക്കും പ്രയോജനമില്ല. അങ്ങനെ തുടരുകയാണ്. കാടുമൂടി നശിക്കുന്ന ഈ കെട്ടിടം സംരക്ഷിക്കാനോ പ്രയോജനപ്പെടുത്താനോ ആരും തയ്യാറാകുന്നില്ല. അപ്പോൾ നമ്മൾ നീലഗിരിയുടെ സഖികളെ എന്നുള്ള പാട്ട് ഓർമ്മിച്ച് പോകും. 2016 നിർമ്മിച്ച ഓൾഡ് ഏജ് ഹോം 8 വർഷമാകുമ്പോഴേക്കും ഈ കെട്ടിടത്തിന് പ്രായമായിരിക്കുന്നു. ആരും നോക്കാനില്ല, ഒന്നും പറയാനുമില്ല. വള്ളിപ്പടർപ്പുകൾ കയറിയ കെട്ടിടം ഇങ്ങനെ നോക്കുകുത്തിയായി കിടക്കുകയാണ്. വയനാട് കൽപ്പറ്റ നഗരസഭയിലെ മണിയങ്കോട് വൃന്ദാവൻ നഗർ റോഡ് എത്തുന്നത് ഈ കെട്ടിടത്തിലേക്ക്. പുറത്ത് ഒരു കിണറുണ്ട്, അതും കാടുമൂടി. 2015 നിർമ്മാണം തുടങ്ങിയത്. MP ആയിരുന്ന P രാജീവിൻ്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 31 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. 2016 പൂർത്തിയായി. ഓൾഡ് ഏജ് ഹോം എന്ന എഴുത്ത് ചുമരിന് മുകളിലുണ്ട്. പക്ഷേ ഇന്നും ഒരാളെ പോലും പാർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോവിഡ് കാലത്ത് പോലും പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കെട്ടിടം ഈ വിധം നാശം കാത്തു കിടക്കുന്നു. ആ കെട്ടിടം പൂർണ്ണമായി നിർമ്മിച്ചു എന്നല്ലാതെ അവിടേക്ക് വേണ്ട വൈദ്യുതി, അതുപോലെ തന്നെ വെള്ളം, ഇത്തരം സൗകര്യങ്ങളൊന്നും ഒരുക്കാതെ അങ്ങനെ അലസമായി ഇട്ടിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ആ കെട്ടിടവുമായി ബന്ധപ്പെട്ടത്. ഞങ്ങളിതായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായിട്ട് അധികൃതരോട് പരാതിപ്പെട്ടിട്ടും തുടർ നടപടികളൊന്നും സ്വീകരിക്കാൻ ഈ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല ഇതുവരെ. ചില സാങ്കേതിക നടപടിക്രമങ്ങൾ ബാക്കിയുണ്ടെന്നും അതാണ് പ്രവർത്തനം തുടങ്ങാൻ കാലതാമസം നേരിടുന്നതെന്നും മുൻ MLA CK ശശീന്ദ്രൻ പ്രതികരിച്ചു. പ്രവർത്തനാനുമതി വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെട്ടിടം നാശത്തിന് വിട്ടുകൊടുക്കാതെ പ്രയോജനപ്പെടുത്താനുള്ള നീക്കം വേഗത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഒരാൾക്കും ഒരു ഉപകാരവുമില്ലാതെ ഒരു കെട്ടിടം ഇങ്ങനെ കാടുപിടിച്ച് നശിക്കുകയാണ്. ഇതിനുവേണ്ടി ചിലവഴിച്ചതാകട്ടെ പൊതുഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ. ആര് സമാധാനം പറയും? അധികാരികൾ കണ്ണു തുറക്കുമോ? മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ശരിക്കും ആലോചിച്ച് നോക്കി, ഇതിൻ്റെ പണി പൂർത്തിയായിട്ട് 7 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് ഈ കെട്ടിടം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനമൊട്ടുമില്ല. ഇത്രയും തുക ചിലവാക്കി കെട്ടിടം നിർമ്മിച്ചത് എന്തിനാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ചില പ്രതികരണങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു കെട്ടിടം അവിടെ സ്ഥാപിച്ചതെന്നത് പോലും ഇതിൻ്റെ അധികൃതർക്ക് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ കെട്ടിടം പണിതതിനേക്കാളും താല്പര്യം ഈ കെട്ടിടം പണിയുന്നതിലൂടെ എന്തെങ്കിലും ലാഭം അതുമായിട്ട് സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിന് വേണ്ടി മാത്രം, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൊരു കെട്ടിടമായിട്ടാണ് ഈ വൃദ്ധസദനത്തിനെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് മനുഷ്യന്മാർക്ക് ആർക്കും തന്നെ ഉപകാരമില്ലാത്ത രീതിയിലായിരിക്കുന്നത് അവിടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം അവിടെ പെരുമ്പാമ്പുകളും പന്നികളും ശല്യമാണ് ആ ഭാഗത്ത്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഈ ബിൽഡിങ്ങിനെ കൊണ്ട് തന്നെ. അങ്ങനത്തെ ഒരു മോശമായ രീതിയിലായിരിക്കുന്നത്. കല്ലുടിയന്മാർ ശല്യം അവിടെ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ബിൽഡിംഗ് കാരണമാണ്. അതുകൊണ്ട് എന്തായാലും ഒരു നടപടിക്രമം ഉണ്ടാവണമെന്നാണ് നമ്മളൊരു പ്രത്യേകം ആവശ്യിക്കുന്നത്. അയൽവാസികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ. കഴിയുന്ന മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ നടത്തണമെന്നാണ് പറയുന്നത്.